ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.3ലെ 13th 14th ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ആദ്യം 13th ക്വസ്റ്റ്യൻ. D is a point on the side BC of a triangle ABC such that angle ADC equal to angle BAC. Show that CA square equal to CB into CD. ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഡി ഈസ് എ പോയിന്റ് ഓൺ സൈഡ് ബി സി. ഡി ഈസ് എ പോയിന്റ് ഓൺ സൈഡ് ബി സി. ബി സിയിലാണ് ഡി ഉള്ളത്. അതുപോലെ ആംഗിൾ എ ഡി സി, എ ഡി സി, ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ബി എ സി, ബി എ സി, ആ എ എന്ന് പറയുന്ന ആംഗിൾ. പിന്നെ ട്രയാംഗിൾ ബി എ സി ആൻഡ് എ ഡി സി, ബി എ സി ആൻഡ് എ ഡി സി, ഈ പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ തന്നിട്ടുള്ള കാര്യം തന്നെ ആംഗിൾ ബി എ സി, ബി എ സി അത് എ എന്ന് പറഞ്ഞ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ എ ഡി സി, എ ഡി സി അത് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ബി എ സിക്കും എ ഡി സിക്കും കോമൺ ആണ് ആ സി എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ബി സി എ, ബി സി എ എന്ന് എഴുതി ഈക്വൽ ടു ആംഗിൾ ബി സി എ, ഈ സി എന്ന് പറയുന്ന ആംഗിളിനെ ഈക്വൽ ടു ആംഗിൾ എ സി ഡി എന്ന് എഴുതാം. എ സി ഡി, ആ ഡി എ സി ഡി എന്നെങ്കിൽ ചെറിയ ട്രയാങ്കിൾ നിൽക്കാൻ വേണ്ടിയാണ് ഡി എന്ന് എഴുതുക. എ സി ബി തന്നെയാണ് നമ്മൾ ബിയിലേക്ക് പോയിട്ടുള്ള കാരണം എ സി ഡി എന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ എ ഡി സി എന്ന ട്രയാങ്കിൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എ സി ഡി എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ട്രയാങ്കിൾ ബി സി എ ഈക്വൽ ടു ആംഗിൾ എ സി ഡി ആണ്. ബി സി എ, സി എന്ന ആംഗിളാണ്. എ സി ഡി അതും സി എന്നുള്ള ആംഗിളാണ്. അപ്പോൾ ഈ രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് ട്രയാങ്കിൾസ്, അതായത് ബി എ സി എന്ന് പറഞ്ഞ ഈ വലിയ ട്രയാങ്കിളിനും അതുപോലെ എ ഡി സി എന്ന് പറഞ്ഞ ഈ ചെറിയ ട്രയാങ്കിളിനും, രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കറസ്പോണ്ടിങ് ആംഗിൾസ്, രണ്ട് സെറ്റ് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് by a similarity, triangle BAC similar to triangle ADC. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം സി എ, ഈ സൈഡ് എ സി, അതായത് സി എ ബൈ സി ഡി, സി ഡി, സി എ ബൈ സി ഡി ഈക്വൽ ടു ബി സി ബൈ സി എന്ന് എഴുതാം. ബി സി, ഇവിടുത്തെ ബി സി ഇതാണ്, ബി സി ബൈ ഇവിടെ എ സി, അതായത് സി എന്ന് എഴുതാം ഈക്വൽ ടു, ദാറ്റ് ഇംപ്ലൈസ് ഇതിനെ നമുക്ക് ഇനി ക്രോസ് ചെയ്താൽ സി എ ഇൻറ്റു സി എ, സി എ സ്ക്വയർ ഈക്വൽ ടു ഇവിടെയുള്ളത് ബി സി, ബി സി ഇൻറ്റു സി ഡി ആണ്. അപ്പോൾ ബി സിനെ നമുക്ക് ക്വസ്റ്റ്യൻ സി ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സി ബി എന്ന് എഴുതാം. അപ്പോൾ സി ബി ഇൻറ്റു സി ഡി, അപ്പോൾ സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്ന് നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ നോക്കുക, സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി, അത് തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ 14th ക്വസ്റ്റ്യൻ. സൈഡ്സ് എ ബി ആൻഡ് എ സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് പി ക്യു ആൻഡ് പി ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് അനദർ ട്രയാങ്കിൾ പി ക്യു ആർ. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി പ്രൊപ്പോർഷണൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. എ ബി സി എന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന ട്രയാങ്കിളും വരച്ചു. എ ഡി എന്ന മീഡിയനും അതുപോലെ പി എം എന്ന മീഡിയനും വരച്ചു. ഇനി ഇതുകൊണ്ട് മാത്രം നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എ ബിയും പി ക്യുവും കറസ്പോണ്ടിങ് ആണ്, പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ നമുക്ക് ബി സിയും ക്യു ആറും, അങ്ങനെ തന്ന ക്വസ്റ്റിനകത്ത് നമ്മളിത് മീഡിയൻ എടുത്തിട്ട് ഇത് പകുതിയാണെന്നൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ എ ബിയും പി ക്യൂവും അതുപോലെ എ സിയും പി ആറും ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ കണക്ക് ചെയ്ത പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഇത്. അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എക്സ്ട്രാ ട്രയാങ്കിൾ വരച്ചതിന് കാരണം ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്ത്, ഇവിടെ എടുത്ത എക്സ്ട്രാ വരച്ച രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് അത് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സിമിലർ ട്രയാങ്കിൾ ചെയ്തിട്ട് നമുക്ക് അതിലെ ഒരു ഈക്വൽ ആംഗിൾ എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി ബൈ പി ക്യു. ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു എ ഡി ബൈ പി എം ആർ. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതാം. എ ബിയും പി ക്യു അത് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു എ ഡി ബൈ പി എം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അത് എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വരച്ച കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തത്, നമ്മൾ എ ഡി ഈക്വൽ ടു ഡി ഇ, എ ഡി ഈക്വൽ ടു ഡി ഇ എന്നും അതുപോലെ പി എം ഈക്വൽ ടു എം എൻ എന്ന രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അത് വരച്ചുകൂടെ അത് എഴുതുമ്പോൾ അങ്ങനെ എഴുതി വെക്കുക. ഇവിടെ വരച്ച വരയിൽ എ ഡി ഈക്വൽ ടു ഡി ഇ അല്ല, കാരണം നീട്ടി വരച്ചാൽ പിന്നെ നമുക്കിത് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നീളം കുറച്ച് വരച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എ ഡി ഈക്വൽ ടു ഡി ഇ ആണെന്ന് വിചാരിക്കുക. അതുപോലെ പി എം ഈസ് ഈക്വൽ ടു എം എൻ ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്കിവിടെ ഈ എ ഡിയും പി എമ്മും മീഡിയൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കേസിൽ ബി ഡി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. ഒരുമിച്ച് എഴുതി പോവാണ്, കാരണം പടം പിന്നെ നമുക്ക് മാറ്റി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഈ സൈഡിൽ കിട്ടുന്നത് നമുക്ക് ക്യു എം ഈക്വൽ ടു ആർ എം, ബി ഡി ഈക്വൽ ടു സി ഡി, അതുപോലെ ക്യു എം ഈക്വൽ ടു ആർ എം അല്ലെ എം ആർ. അത് എ ഡിയും പി എമ്മും മീഡിയൻ ആയതുകൊണ്ട് അത് എഴുതി വെച്ചു. പിന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, എ ഡിയും ഡിയും ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ അതും എഴുതി വെക്കുന്നു. എ ഡി ഈക്വൽ ടു ഇ ഡി അല്ലെങ്കിൽ ഡി ഇ. അതുപോലെ തന്നെ ഇവിടെ പി എം ഈക്വൽ ടു എം എൻ ആണ്. നമുക്ക് എൻ എം എന്ന് എഴുതാം. ഇനി ഫിഗറിൽ നോക്കുക. ഇവിടെയുള്ള ഈ ആംഗിൾ അത് എ ഡി ബി എന്ന ആംഗിളും അതുപോലെ ഇവിടുത്തെ ഈ ഡിയിലുള്ള സി ഡി ഇ എന്ന് പറഞ്ഞ ഈ ആംഗിളും, അതുപോലെ തന്നെ ഈ ഫിഗറിൽ പി എം ക്യു എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ ആർ എം എൻ എന്ന് പറയുന്ന ഈ ആംഗിളും, ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ സി ഡി ഇ എന്ന് എഴുതാം. സി ഡി ഇ എന്ന് എഴുതാം. അതുപോലെ തന്നെ അടുത്ത ഫിഗറിൽ ആംഗിൾ പി എം ക്യു ഈക്വൽ ടു ആംഗിൾ എൻ എം ആർ അല്ലെങ്കിൽ ആർ എൻ എം. നമ്മളിവിടെ സി ഡി ഇ എന്ന് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ആർ എം എൻ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ട്രയാംഗിൾ എ ഡി ബി കോൺഗ്രുവൻറ്റ് ടു, അതായത് SAS തിയറം വെച്ച് SAS കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ എ ഡി ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാംഗിൾ സി ഡി ഇ. ഇതേപോലെ തന്നെ SAS വെച്ച് തന്നെ ഇവിടെ സിമിലാരിറ്റി അല്ല, കോൺഗ്രുവൻ്റ് ആണിത്. ട്രയാംഗിൾ പി എം ക്യു കോൺഗ്രുവൻറ്റ് ടു ട്രയാംഗിൾ ആർ എം എൻ. ഇതിൻ്റെ കാരണം SAS, ഇതിൻ്റെയും കാരണം SAS. ഇതിൽ നിന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. നമുക്കിവിടെ എ ബി, ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എ ബിയും സി ഇയും ഇവിടെ ഈക്വൽ ആണ്. എ ബി ഈക്വൽ ടു സി ഇ ആണ്. അതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ പി ക്യു ഈക്വൽ ടു ആർ എൻ, എ ബി ഈക്വൽ ടു സിയും പി ക്യു ഈക്വൽ ടു ആർ എൻ ആണ്. അതിൻ്റെ കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ് CP/CT. ഇത് കോൺഗ്രുവൻസ് ട്രയാംഗിൾ ചെയ്തപ്പോൾ മുമ്പ് പഠിച്ചിട്ടുള്ളതായിരിക്കും കാര്യം. അപ്പോൾ SAS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ്, അവിടെ എ ബി ഈക്വൽ ടു സെയിം, ഒരു ഫസ്റ്റ് ഫിഗറിൽ തന്നെ എ ബി ഈക്വൽ ടു നമ്മൾ സി ചെയ്യുന്നു, സെക്കൻഡ് ഫിഗറിൽ പി ക്യു ഈക്വൽ ടു ആർ എൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഈ ക്വസ്റ്റിനകത്ത് നിന്നും പ്രൂവ് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്. പ്രൂവ് ചെയ്തതല്ല, ക്വസ്റ്റിനകത്ത് നമ്മൾ എടുത്ത് മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് കാര്യം. എ ബി ബൈ പി ക്യു, അതായത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ.
ഈക്വൽ ടു എ ഡി ബൈ പി എം. നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചാണ്. ഇതിനെ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന കാര്യം. ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നു. എ ബി ബൈ പി ക്യു, അതിന് പകരം സി ഇ ബൈ ആർ എൻ എന്ന് എഴുതുന്നു. കാരണം എ ബി ഈക്വൽ ടു സി ആണ്, പി ക്യു ഈക്വൽ ടു ആർ എൻ ആണ്. അവിടെ നമ്മൾ കറസ്പോണ്ടിങ് ട്രയാങ്കിൾസ് അത് കോൺഗ്രന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു എ ഡി ബൈ പി എം. എ ഡി ബൈ, ഇനി എ ഡി ബൈ പി എം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഈ എ ഇ എന്ന് നമുക്ക് എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. എ ഇയും പി എന്നും ആയിട്ട് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പുതിയ ട്രയാങ്കിളിനെ കറസ്പോണ്ടിങ് ട്രയാങ്കിൾ ആക്കി അതിലെ കറസ്പോണ്ടിങ് സൈഡ്സ് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എടുത്തിട്ട് വേണം നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്യാൻ. അപ്പോൾ എ ഡി ബൈ പി എം സെയിം റേഷ്യോനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഈക്വൽ ടു ഞാൻ 2 എ ഡി ബൈ 2 പി എം എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഈ എഴുതി വെച്ച് നമുക്ക് എ ബി ബൈ പി ക്യു മാറി നമുക്ക് സി ഇ ബൈ ആർ എൻ ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു നമുക്ക് 2 എ ഡി ബൈ 2 പി എം. ഫിഗറിൽ നോക്കാം, എ ഡി ആണ്, ഇത് ഈക്വൽ ആണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 എ ഡി എന്ന് പറയുന്നത് എ ഇ ആണ്, അതുപോലെ 2 പി എം എന്ന് പറയുന്നത് പി എൻ ആണ്. അപ്പോൾ നമുക്കിവിടെ എ ഇ ബൈ പി എൻ എന്ന് കിട്ടും. ഇനി ഫിഗറിൽ നോക്കുക, സി ഇ ബൈ ആർ എൻ, ഇതാണ് സി ഇ, സി ഇ ബൈ ആർ എൻ ഈക്വൽ ടു എ സി ബൈ പി ആർ, എ സി ബൈ പി ആർ ഈക്വൽ ടു എ ഇ ബൈ പി എൻ ആണ്. ഇ ബൈ ആർ എൻ ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു എ ഇ ബൈ പി എൻ. ഇതിൽ നിന്നും നമുക്ക് ട്രയാങ്കിൾ എ സി ഇ സിമിലർ ടു ട്രയാങ്കിൾ പി ആർ എൻ. ഫിഗറിൽ നോക്കാം, എ സി ഇ സിമിലർ ടു പി ആർ എൻ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾ എ സി ഇ സിമിലർ ടു ട്രയാങ്കിൾ പി ആർ എൻ. അതിൽ നിന്ന് നമുക്ക് ആംഗിൾ സി എ ഡി ഈക്വൽ ടു ആംഗിൾ ആർ പി എൻ എന്നെടുക്കാം, ആർ പി എം എന്നെടുത്താൽ മതി, ആർ പി എം, ആ ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ സി എ ഡി എന്ന് എടുത്തേക്കുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ, അതിൽ നിന്നും ആർ പി എം എന്നെടുത്തു ഈ ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ അവിടെ എ എന്ന് പറയുന്ന ഈ എയുടെ പകുതി ഈ ചെറിയ ആംഗിളും ഈ ആംഗിളും അവിടെ ഈക്വൽ ആണ്. കാരണം ഇവിടെ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്, കാരണം ഇത് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് അത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2 സി എ ഡി ഈക്വൽ ടു 2 ആംഗിൾ ആർ പി എം ആയിരിക്കണം. 2 ആംഗിൾ സി എ ഡി ഈക്വൽ ടു 2 ആംഗിൾ ആർ പി എം. അതായത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആയി. ഇനി എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ, ഇത് നമുക്കറിയാം. ആൻഡ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി യു ആണ്. അതിൽ നിന്നും ബൈ എസ് എ എസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.